പ്രകോപിപ്പിക്കാൻ അണിയറയിൽ തുർക്കി നടത്തുന്ന ചരടുവലികൾ ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാകുന്നു. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും മാൽദ്വീപിനെയും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയതിനു ശേഷം ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് മേൽ കണ്ണുവെക്കാനായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഓർക്കണം, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യാപാര ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. മാത്രമല്ല, ശ്രീലങ്കയെ തങ്ങളോടൊപ്പം നിർത്താൻ വേണ്ടി നിരീക്ഷണ ഡ്രോണുകളാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അവർക്ക് ഇത് വിൽക്കാൻ തങ്ങൾ തയ്യാറാണ്, തുർക്കി തയ്യാറാണ് എന്നുള്ള വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. ശ്രീലങ്കയെ തുർക്കി അംബാസിഡർ, അതായത് അവിടുത്തെ ശ്രീലങ്കയിലെ തുർക്കി അംബാസിഡറായ സെമിഗ് ലുഫ്തു തുർഘട്ടാണ് ഈ വാഗ്ദാനം നൽകിയത്. എന്നാൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നല്ല രീതിക്കുള്ള വ്യാപാര ബന്ധമാണ് ഇരുവരും കാത്തുസൂക്ഷിക്കുന്നത്. എന്നാൽ ഈ ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ ഉണ്ടാക്കാനും തുർക്കിക്ക് ഈ ഒരു ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി പ്രകടമാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു കാര്യം പുറത്തു വന്നിരിക്കുന്നതെന്നാണ് വസ്തുതയായി വിലയിരുത്തുന്നത്. മാത്രമല്ല, ഭീകരവാദത്തിന് കുടചൂടുന്ന പാകിസ്ഥാനാകട്ടെ തുർക്കിയുടെ ഉറ്റ ചങ്ങാതിയാണ്. ആയതിനാൽ തന്നെ പാകിസ്ഥാന്റെ പിൻബലം അവർക്കുണ്ടെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. തുർക്കി ആകട്ടെ യൂദാസിനെ പോലെ പെരുമാറുകയാണ്. എല്ലാ രാജ്യത്തിലും കയറി യൂദാസിനെ പോലെ പെരുമാറുകയും അവിടെ ആ രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇറാനിൽ ചാരസംഘടന, അതായത് ഇറാനിൽ നിന്നുള്ള ചാരസംഘടന തുർക്കിയിൽ പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചരടുവലി നീക്കം അണിയറയിൽ സജീവമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എല്ലായിടത്തും പണികൾ കൊടുക്കുന്നതിൽ അവർ കൂടുതൽ, അതായത് എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ കൂടുതൽ പണി കൊടുക്കാൻ തുർക്കി കൂടുതലായി തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഇതിലൂടെ തന്നെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ശ്രീലങ്കയുമായുള്ള പ്രതിരോധ ബന്ധം തങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് തുർക്കിയുടെ പക്ഷം. ഇത് തന്നെയാണ് ശ്രീലങ്കയിലെ തുർക്കി അംബാസിഡർ പറയുന്നത്. ഇതിനായി തന്നെ സമുദ്ര അതിർത്തി നിരീക്ഷിക്കുന്നതിനായി തന്നെ ശ്രീലങ്കയ്ക്ക് സൈനിക ഡ്രോണുകൾ വിൽക്കാൻ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും തുർക്കിയുടെ ഈ ഓഫറിനെ കുറിച്ച് ശ്രീലങ്കൻ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ പ്രതികരണം ഉണ്ടായിട്ടില്ല. തുർക്കിയും ശ്രീലങ്കയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഒരു മേഖലയാണ് പ്രതിരോധ സംഭരണം എന്നത് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ നടന്ന ഒരു പരിപാടിക്കിടയിലാണ് ഈ അംബാസിഡർ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും. സമുദ്ര നിരീക്ഷണം പോലുള്ള ആവശ്യങ്ങൾക്കായി തന്നെ ശ്രീലങ്കൻ സൈന്യത്തിന് തുർക്കി ഡ്രോണുകൾ ഉപയോഗിക്കാമെന്നും ഇവിടെ പറയുന്നുണ്ട്. ശ്രീലങ്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥരോട് ഇത് നിർദ്ദേശിച്ചിരുന്നതായും എന്നാൽ ഇതുവരെ ഒന്നിനും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നതും. തുർക്കി അംബാസിഡർ ഈ ഒരു പ്രസംഗത്തിനിടെ തന്നെ ഒരു ഡ്രോണിന്റെ പേര് പരാമർശിച്ചിട്ടില്ല. അതായത് ഇതിൽ നൽകുന്ന ഡ്രോൺ ഏതാണ് എന്നതിനെ കുറിച്ച് യാതൊരുവിധ വ്യക്തതയും വരുത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും തുർക്കി പ്രസിഡന്റ് ആകട്ടെ മരുമകന്റെ, അതായത് തുർക്കി പ്രസിഡന്റ് ആയ അദ്ദേഹത്തിന്റെ മരുമകന്റെ ഉടമസ്ഥതയിലുള്ള ബേക്കർ എന്ന കമ്പനി നിർമ്മിക്കുന്ന ഡ്രോണുകളുടെ ഒരു വകഭേദമാകാം, അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഡ്രോണുകളാകാം ഇവിടെ നൽകുന്നതെന്ന പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. സമുദ്ര സുരക്ഷയ്ക്കും നിയമവിരുദ്ധ കള്ളക്കടത്ത് നിരീക്ഷണത്തിനും ശ്രീലങ്കയ്ക്ക് ഈ നിരീക്ഷണ ഡ്രോണുകൾ ഉപയോഗകരമാകുമെന്നും ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ തുർക്കി ശ്രീലങ്കയ്ക്ക് വെക്ടർ TB2 ഡ്രോൺ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേസമയം യുക്രൈൻ, ലിബിയ എന്നീ രാജ്യങ്ങളിലെ അവിടുത്തെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത തുർക്കിയുടെ ഏറ്റവും പ്രശസ്തമായ കയറ്റുമതിയിൽ ഒന്നാണ് ഈ ഡ്രോൺ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ തുർക്കിയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം അത്ര പഴയതല്ല. 2013 കൊളംബിയയിൽ തുർക്കി എംബസി തുറന്നതിന് ശേഷം ഉഭയകക്ഷി വ്യാപാരം, നിക്ഷേപം, നയതന്ത്ര സഹകരണം എന്നിവ വർദ്ധിപ്പിച്ചത്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഇത്ര തന്ത്രപ്രധാനമായ സ്ഥാനം കാരണം തുർക്കി ശ്രീലങ്കയെ ആകർഷിക്കുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ജൂണിൽ ഒരു തുർക്കി നാവിക യുദ്ധക്കപ്പലായ TCG എന്ന ഒരു കപ്പൽ അത് ശ്രീലങ്കയിലെത്തിയിരുന്നു. അതുമാത്രമല്ല, ഇരു രാജ്യങ്ങൾക്കിടയിൽ ടൂറിസവും അതിവേഗം വളരുകയാണ് എന്നതാണ് ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.